നമസ്കാരം. അപ്പം സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചുല്ലേ. എനിക്ക് 2020 സ്ഥാനാർത്ഥികളെ എന്താണ് ഒരു ഗ്ലാമർ നിര തന്നെ ഇറക്കിയിട്ടുണ്ട് അല്ലേ. അതായത് 2020 വേണ്ടി വർക്ക് ചെയ്തവരെയൊക്കെ ഏകദേശം ഒന്നും ഓർക്കാതെ പുതുമുഖങ്ങളെ, അതായത് ഈ 2022 ഈ പുതുമുഖങ്ങൾ ഈ ഗ്യാപ്പിൽ ഇവർക്ക് ഉള്ള ഒരു എക്സ്പീരിയൻസ്, അതായത് ഇവർ ജയിച്ചാലുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് ചിലരിലെങ്കിലും സംശയം ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ. അതായത് ഒരു ഗ്ലാമർ പടം തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ജയിച്ചാൽ എന്താവും സംഭവം എന്നാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഒരു സീരിയലിൽ നിന്നും സിനിമയിൽ നിന്നും ഇറങ്ങി വന്ന് ഒരു രാഷ്ട്രീയ പാർട്ടികളുമായിട്ട്, അല്ലെങ്കിൽ അതിനൊരു അടിസ്ഥാനമുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടായിരിക്കട്ടോ എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇല്ലയെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഇതിനകത്ത് വന്ന് നിന്നിട്ട് എന്തിനാണ് ഇങ്ങനൊരു, അതായത് ഇത്രയും നാളും വർക്ക് ചെയ്ത 2020 പ്രവർത്തകർ ഉള്ളപ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഗ്ലാമറായിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും വിളിച്ച് ഇലക്ഷൻ നിർത്തിയാൽ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് കൂടി പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പട്ടിക ലേറ്റായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അതായത് അതിനുള്ളിൽ തന്നെ പടലപ്പിണക്കങ്ങൾ ഉണ്ട് എന്ന് പലരും പറഞ്ഞു കേൾക്കുമ്പോഴും അതിലൊക്കെ ഡീസൻ്റായിട്ട് നമ്മുടെ LDF വളരെ കരുതലോടുകൂടി കരുക്കൾ നീക്കിയിരിക്കുകയാണ് കേട്ടോ.